നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു കഥ പറയാൻ പോവുകയാണ്. കഥ വളരെ ചെറിയ കഥയാണ്, എളുപ്പമുള്ള കഥയാണ്, നല്ല നർമ്മരസമുള്ള ഒരു കഥയും കൂടിയാണ്. കേട്ടിട്ടുണ്ടാകുമല്ലോ, നമ്മളിപ്പോൾ ബീർബൽ കഥകളല്ലേ പറയുന്നത്. ആ ബീർബൽ കഥകൾ, ബീർബൽ ആരാണെന്ന് ഓർക്കുന്നുണ്ടല്ലോ. അത് മഹേഷ് സെൻ എന്ന് പറയുന്ന ഒരു മഹേഷ് ദാസ് എന്ന പേരുള്ള അതിസമർത്ഥനായൊരു കുട്ടിയാണ്. കുട്ടിപ്രായത്തിൽ തന്നെ അക്ബർ പാദുഷ അദ്ദേഹത്തിൻ്റെ ബുദ്ധിസാമർഥ്യം കണ്ട് മനസ്സിലാക്കി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ആണ് അദ്ദേഹം കൊട്ടാരത്തിൽ സ്ഥിരതാമസമായത്. അക്ബർ പാദുഷയുടെ സന്തത സഹചാരിയുമായിരുന്നു. പലപ്പോഴും ചിലപ്പോൾ കുഴപ്പം പിടിച്ച ചില രാജ്യ ഭരണകാര്യങ്ങളിൽ മനമടുത്തിരിക്കുന്ന അക്ബർ പാദുഷയെ ആ ഒരു ടെൻഷനിൽ നിന്ന്, മനസ്സിൻ്റെ പിരിമുറുക്കത്തിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ഒന്ന് ഉള്ളു തുറന്നൊന്ന് പൊട്ടിച്ചിരിക്കാനുള്ള വക ബീർബൽ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഒരു ദിവസം ദർബാർ കൂടിയപ്പോൾ, ദർബാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സഭ, ദർബാർ കൂടിയിട്ട് ഒരുപാട് നേരം രാജ്യകാര്യങ്ങളൊക്കെ അങ്ങനെ ചർച്ച ചെയ്തു. പല രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലും ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ഒരു അമർഷം ജനങ്ങൾക്ക്. അവിടെയൊക്കെ ഒരു ചക്രവർത്തിക്കെതിരെ തുനിയാൻ അല്ലെങ്കിൽ ഭരണാധികാരികളെ കുറ്റം പറയുന്ന ഒരു വിഭാഗം ജനങ്ങളങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആകെ അതിനെതിരെ നടപടിയെടുക്കാൻ അവരെ ഏത് വിധത്തിൽ ശിക്ഷിക്കണം, എങ്ങനെ അവരെ സമാധാനിപ്പിക്കണം, എന്താണ് അവർക്ക് പോരായിക, അവർക്ക് എന്ത് സഹായം നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ ചർച്ച ചെയ്ത് എന്തിനു പറയണു, ദർബാർ കുറേ അങ്ങോട്ട് ആയി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് മടുപ്പ്. ചക്രവർത്തിക്കാണെങ്കിലും അക്ബർ പാദുഷാക്കാണെങ്കിലും അതെ, ഇത് എത്ര നേരമായി, എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എല്ലാത്തിനും ഒരു കണക്കിന് പരിഹാരം കണ്ടു എന്നാണ് തോന്നണേ. ഇതിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് മനസ്സ് മാറിയാൽ മതിയായിരുന്നു എന്നിങ്ങനെ അദ്ദേഹത്തിന് ഭയങ്കര ടെൻഷൻ. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം അങ്ങനെയുള്ള സമയങ്ങളിൽ ബീർബലിനെ ഒന്ന് നോക്കി. ബീർബൽ പാദുഷായെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. പാദുഷയ്ക്കാകെ മടുപ്പായി. ഈ ഭരണകാര്യങ്ങളിൽ നിന്ന് വിട്ട് മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ട് ഉള്ളു തുറന്നൊന്ന് പൊട്ടിച്ചിരിക്കണം. എല്ലാവർക്കും ടെൻഷനാണ്. ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി പൊട്ടിച്ചിരിക്കണം എന്നുള്ളൊരു തോന്നൽ. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യട്ടെ, അങ്ങോട്ട് ഉണ്ടാകട്ടെ, സംഭവവികാസങ്ങൾ അങ്ങോട്ട് ഉണ്ടാകട്ടെ എന്ന് കരുതി ബീർബലിനെ തന്നെ ചുമതല ഏൽപ്പിക്കുക എന്നുള്ള മട്ടിൽ അദ്ദേഹം ബീർബലിനെ നോക്കി. ബീർബലിന് കാര്യം മനസ്സിലായി. മഹർഷിക്ക് ആകെ ഒരു അക്ബർ പാദുഷായ്ക്ക് ആകെ ഒരു മടുപ്പ് വന്നേക്കണം. അപ്പോൾ അങ്ങനെ ഉടനെ ചോദിച്ചു, എന്താ ബീർബൽ പറഞ്ഞത്? നമ്മുടെ ഇതായിട്ട് എന്താ പറയണേ ബീർബൽ? വെറുതെ അങ്ങ് ചോദിക്കണം, ഒന്നും പറഞ്ഞിട്ടല്ലേ ബീർബൽ എന്താ പറയുന്നത് എന്നൊന്നും. അപ്പോൾ അങ്ങ് കേട്ടില്ല. ബീർബൽ മറുപടി, അങ്ങ് കേട്ടില്ലെന്നുണ്ടോ? അങ്ങ് ഇപ്പം തന്നെ ചോദിച്ചത് എനിക്ക് മനസ്സിലായത്, നമ്മുടെ സാമ്രാജ്യത്തിൽ, അങ്ങയുടെ സാമ്രാജ്യത്തിൽ എത്ര കാക്കകളുണ്ട് എന്നാ ചോദിച്ചതെന്നാണ് ഞാൻ ധരിച്ചത് എന്നുണ്ടോ? അതെ, ഞാൻ അത് തന്നെ ചോദിച്ചത്. ബീർബലിൻ്റെ താനെ ആയിട്ട് സഹായമായിട്ട് പാദുഷ അതങ്ങോട്ട് സമ്മതിക്കുകയും ചെയ്തു. അതെ, അതുതന്നെയാണ് എൻ്റെ ചോദ്യം. നമ്മുടെ സാമ്രാജ്യത്തിൽ ആകെ കൂടി എത്ര കാക്കകളുണ്ട്? എല്ലാവരും നോക്കി. അപ്പോൾ ഓരോരുത്തരോടും ചോദിച്ചു, ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. കാക്കകൾ എത്രയുണ്ടെന്നോ? എല്ലാവരും ഇത് കേട്ടൊഴിക്കുന്നുണ്ട്, ചിരിക്കാൻ തുടങ്ങി. പറ്റിയ ചോദ്യം ബീർബലിനോട്. പുള്ളിക്കാരൻ പോയി എണ്ണിയൊക്കട്ടെന്നേ എന്നൊക്കെ തമ്മി പറഞ്ഞിങ്ങനെ ആൾക്കാർ ഒരു പരിഹാസച്ചിരി ബീർബലിൻ്റെ തന്നെ. ബീർബൽ പറയൂ, ഞാൻ ചോദിച്ചത് അതാണ്, നമ്മുടെ സാമ്രാജ്യത്തിൽ ആകെ എത്ര കാക്കകളുള്ളത്. ബീർബൽ ഒരു സംശയം കൂടാതെ ഉണ്ട്. അങ്ങ് കേട്ടോളൂ, നമ്മുടെ സാമ്രാജ്യത്തിൽ, അങ്ങയുടെ സാമ്രാജ്യത്തിലാകെ 3,10,75,628 കാക്കകളുണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടി വിറച്ചു. ഇത്ര കൃത്യമായിട്ട് 3,10,75,698 എന്നൊക്കെ അത്ര കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ ആൾക്കാർ വളരെ ആദ്യമൊന്ന് പകച്ചു, ഇത് സദ്യയായിരിക്കുമെന്ന്.
പിന്നെ തോന്നി ഇത് ബീർബൽ പാദുഷായെ പറ്റിക്കാനാ. ആരാ കാക്ക എണ്ണി നോക്കിയിട്ടുണ്ടാവുക, ഇത് പറ്റിക്കാൻ തന്നെയായിരിക്കും എന്ന് കരുതി എല്ലാവരും അങ്ങോട്ട് പൊട്ടിച്ചിരിച്ചു. മാത്രമല്ല ബീർബലിൻ്റെ നേരെ കൈ ചൂണ്ടി. താൻ എങ്ങനെ അറിഞ്ഞു ഇത്രയും കാക്കകൾ കൃത്യമായിട്ടുണ്ടെന്ന്? ചിലപ്പോൾ ഇതിൽ നിന്ന് കുറേ കാക്കകൾ മാറിപ്പോയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ കുറേ കാക്കകൾ വേറെ അന്യ രാജ്യത്ത് നിന്ന് ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിലോ ഈ കണക്കത്ര കൃത്യമാണെന്ന് എന്താ ഉറപ്പ് എന്ന് പറഞ്ഞ് പലരും ഇങ്ങനെ. അപ്പോൾ ചക്രവർത്തി പറഞ്ഞത് ശരിയാണ് ബീർബൽ, ഇത്രയും തന്നെയാണെന്ന് എന്താ കൃത്യം ഇത്രയുമാണെന്ന് നമുക്കെന്താ ഉറപ്പ്? ചിലപ്പോൾ ഇതിൽ കാക്കകൾ കുറച്ച് കൂടുതലുണ്ടെങ്കിലോ ഇതിൽ കൂടുതലുണ്ടെങ്കിലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒട്ടും തന്നെ സംശയിക്കേണ്ട ബീർബലിന് അങ്ങനെ സംഭവിക്കാൻ തീരുമാനിച്ചേ. പാദുഷായോട് പറയാം അങ്ങനെ സംഭവിക്കാം. ചിലപ്പോൾ നമ്മുടെ സാമ്രാജ്യത്തിലുള്ള കാക്കകളുടെ എണ്ണം കൂടിയിട്ടുണ്ടാകാം. കൂടിയിട്ടുണ്ടാകാം. അതെങ്ങനെയാണ് അപ്പോൾ കൃത്യമാവുക? എന്താ കാരണം അങ്ങനെ കൂടാൻ? ബീർബൽ പറഞ്ഞ സംഖ്യയേക്കാൾ കൂടുതൽ കാക്കകൾ ഉണ്ടാകാൻ എന്താ കാരണം എന്ന്? അത് പറയാം. അങ്ങയുടെ രാജ്യം പോലെ സമ്പൽ സമൃദ്ധമായ വേറെ രാജ്യങ്ങൾ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങയുടെ സാമ്രാജ്യം പോലെ ഇത്രയും സൗകര്യങ്ങൾ മനുഷ്യർക്കും തന്നെയല്ല, മൃഗങ്ങൾക്കും പക്ഷിജാലങ്ങൾക്കും എല്ലാം എന്തൊരു സൗഖ്യം അങ്ങ് ഒരുക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് എന്താണെന്നറിയാമോ, ഇവിടുത്തെ കാക്കകളൊക്കെ ഉണ്ടല്ലോ, പെൺകാക്കകൾ അതീവ സുന്ദരികളാണ്. ആൺകാക്കകൾ നല്ല സുന്ദരന്മാരുമാണ്. വളരെ സ്വസ്ഥവും സമാധാനവും സന്തോഷവും നല്ല ഭക്ഷണവുമൊക്കെ ലഭിക്കുന്ന അങ്ങയുടെ സാമ്രാജ്യത്തിലെ കാക്കകൾ സുന്ദരിമാരും സുന്ദരന്മാരുമാണ്. ഇതിനേക്കാൾ ഇത്രയും കാക്കകൾ ഇവിടുത്തെ പെൺകാക്കകളുമായിട്ട് ഒരു സംഗമം നടത്താൻ, ഇണ ചേരാനായിട്ട് ചിലപ്പോൾ അയൽപ്പക്കത്തെ കാക്കകൾ വന്ന് കാണും ഇവിടുത്തെ സുന്ദരി കാക്കകളെ വേൾക്കാനായിട്ട്. അത് കേട്ടപ്പോൾ എല്ലാവരും ഒന്നും കൂടെ ചിരിച്ചു. കാക്കകൾ തമ്മിൽ കല്യാണം, ഇതെന്തൊരു കഥയാണ്? അതിന് അയൽപ്പക്കത്തെ കാക്കകൾ നമ്മുടെ ഇവിടുത്തെ കാക്കകളൊക്കെ അതിസുന്ദരികളാണത്ര. ഈ കാക്കകളെ കല്യാണം കഴിക്കാൻ അപ്പുറത്തെ അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു. ഈ ബീർബലിന് എന്താ പറ്റിയേ എന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങോട്ട് ചിരിച്ചു തുടങ്ങി. അപ്പം ചക്രവർത്തി കുറേശ്ശെ ചിരി വന്നുള്ളൂ. എന്നാലും ചിരി വരുണ്ടെങ്കിലും ഒരു ചോദ്യം കൂടി അങ്ങോട്ട് ചോദിക്കാം ഇതിൻ്റെ എതിരായിട്ട് എന്ന് കരുതി ചക്രവർത്തി ഒരു കാര്യം ചോദിച്ചു. അപ്പോഴേ ബീർബൽ കൂടുതൽ എണ്ണങ്ങൾ കാക്കകൾ വരാൻ അങ്ങ് പറഞ്ഞതൊരു കാര്യം തന്നെയാണ്. ചിലപ്പോൾ അയൽ രാജ്യങ്ങളിലെ കാക്കകൾ ഇവിടുത്തെ സുന്ദരി കാക്കകളുമായിട്ട് ഒരു വീഴ്ച നടത്താനായിട്ട് വന്നിട്ടുണ്ടാകാം. പക്ഷെ കുറച്ച് കാക്കകൾ കുറവാണെങ്കിലോ? അപ്പോഴോ അതിനെന്താ ഒരു വിശദീകരണം? ബീർബലിന് വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിച്ചു ചക്രവർത്തി. അത് അത്ര ആലോചിക്കാനുണ്ടോ തിരുവനന്തപുരത്തെ? ഇവിടുത്തെ സുന്ദരന്മാരായ കാക്കകൾ അയൽപ്പക്കത്തെ കാക്കകളുമായിട്ട് ഇടം ചേരാൻ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അതാ ഇവിടെ കുറവ്. ഇത് കേട്ടപ്പോൾ ചക്രവർത്തി പോലും പൊട്ടിച്ചിരിച്ചു പോയി. എല്ലാവരുടെ ടെൻഷനും മാറി. ദർബാറിലെ ചർച്ചകളും ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം അവരിൽ ഉണ്ടാക്കിയ ആ ഒരു മനമടുപ്പ്, ഒരു നിരാശ, അതായത് ഒരു മടുപ്പ് വന്നിരിക്കുകയായിരുന്നു. ബോറടിച്ചിരിക്കുകയായിരുന്നു. കുട്ടികൾ പറയണ പോലെ ബോറടിയായിരുന്നു അവർക്ക്. ആ ബോറടിയൊക്കെ മാറി വളരെ ഉഷാറായിട്ട് അവർ സർവം മറന്നങ്ങൾ പൊട്ടിച്ചിരിച്ച്. ഇത് തന്നെയായിരുന്നു പാദുഷയ്ക്കും ആവശ്യം. ബീർബലിന് സമ്മാനങ്ങളൊക്കെ വാരിക്കോരി കൊടുത്തു. അതിനല്ലേ കൂടെ താമസിപ്പിച്ചേക്കണത് തന്നെ. ബീർബൽ താമസിക്കുന്നത് സമ്മാനങ്ങൾ ധാരാളം വാങ്ങാൻ. അക്ബർ പാദുഷ ബീർബലിനെ നിർത്തിക്കുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഹാസ്യരസത്തിലൂടെ പരിഹരിക്കാനും. നിങ്ങൾക്ക് ഈ ബീർബൽ കഥ ഇഷ്ടമായോ? കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ, തീർച്ചയായിട്ടും. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി.